നമ്മുടെ നാട്ടിൽ ഞെട്ടലൊന്നും ഉണ്ടാക്കാത്ത വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് കൈക്കൂലി എന്ന് പറയുന്നത്. നമ്മൾ പല ഞെട്ടിപ്പിക്കുന്ന തുകകളുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആലുവയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന, പരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആലുവയിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അതിനകത്ത് മുഴുവൻ വളരെ അധ്വാനശീലമായിട്ടുള്ള അദ്ദേഹം കൈക്കൂലി മേടിച്ച പണമെല്ലാം പണമായി തന്നെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുകൂടാതെ നമുക്കറിയാം, ഈ പറയുന്ന പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും അതുപോലെ എൻവയോൺമെൻറ്റ് സയൻറ്റിസ്റ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന വലിയ രണ്ട് ഉദ്യോഗസ്ഥന്മാർ, അവരിതുപോലെ വരവിൽ കവിഞ്ഞ കോടികളുടെ സ്വത്തുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടും കൈക്കൂലി മേടിച്ചതിനൊക്കെ അറസ്റ്റിലായത് നമുക്കറിയാം. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ എറണാകുളത്തുള്ള വളരെ നല്ല ഒരു മഹാനുഭാവൻ, അദ്ദേഹം ഏതാണ്ട് 6 കുപ്പി വിദേശ മദ്യമടക്കം ഒരു RTO ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പിടിയിലായത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും നമുക്ക് വലിയ തോതിൽ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എങ്കിലും 2 പുതിയ വാർത്തകൾ കൂടിയുണ്ട്. ആ പുതിയ വാർത്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം അവരെ ഒന്ന് അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. അതിലൊന്ന്, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് 2 പേര്. അദ്ദേഹത്തിൻ്റെ പേര് ഒന്ന് കൃഷ്ണകുമാർ എന്നാണ്, MP കൃഷ്ണകുമാർ. അദ്ദേഹം MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻ്റ് ഒന്നും ആയില്ല. ഭാഗ്യത്തിന് അദ്ദേഹം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹമാണ് MP കൃഷ്ണകുമാർ. കൂടാതെ KG അനീഷും. ഇവർ 2 പേരെയും തൃശ്ശൂരിലാണ് ഇവർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒളരിയിലുള്ള പാർക്കിനെടുത്ത് വെച്ചിട്ടാണ് ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇവർ 72,000 രൂപ, വളരെ പാവപ്പെട്ട ആളുകളാണ്, വെറും 72,000 രൂപ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഏജൻ്റായിട്ടുള്ള ഒരു ഹരിദാസും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെയും ഞെട്ടിക്കില്ല എന്നെനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ സർവ്വസാധാരണമായി നടന്നു പോകുന്നൊരു കാര്യമാണ്. കാരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കൈക്കൂലിയുടെ കേദാരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു പഴയ സിനിമ ഡയലോഗ് ഓർക്കുണ്ടാവും. അതായത് മോഹൻലാൽ ഒരു സിനിമയിൽ മറ്റൊരു കഥാപാത്രത്തോട് പറയുന്ന ഒരു രംഗമുണ്ട്, എൻ്റെ ചോര നീരാക്കിയാണ് എൻ്റെ അച്ഛൻ 2 വീട് പണിതത് എന്ന് പറയുന്നുണ്ട്. പഴയ സിനിമയാണ്, മോഹൻലാലും കാർത്തികയും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ ചോര നീരാക്കിയാണ് എൻ്റെ അച്ഛൻ വലിയ ഈ 2 വീടുകൾ സമ്പാദിച്ചത് എന്ന് പറയുമ്പോഴേക്കും മറ്റ് കഥാപാത്രം ഇന്നസെൻ്റ് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ RTO ഓഫീസിലല്ലേ ജോലി, RTO ഓഫീസിൽ ജോലിയുള്ള ഒരാൾക്ക് 2 വീടുണ്ടാക്കാൻ ചോരയൊന്നും നീരാക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾ ഓർക്കണ്ടാവും. അതൊക്കെ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ചോര നീരാക്കാതെ തന്നെ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് അറിയാവുന്നവരാണ് MP കൃഷ്ണകുമാറും KG അനീഷുമൊക്കെ. പക്ഷേ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരത്തലയന്മാർ ഇതൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് അവർക്ക് ലേശം അസൂയുള്ളതുകൊണ്ട് അവർ വന്ന് പിടിച്ചു. അവരും പക്ഷേ വേറെ കാര്യം ശ്രദ്ധിക്കണം, വലിയ വലിയ ആളുകളെ ഒന്നും പിടിക്കില്ല കേട്ടോ. വലിയ വലിയ ആളുകൾ ആരൊക്കെയാണെന്നുള്ള കഥയിലേക്ക് ഞാൻ വരാം. അപ്പോൾ അവരൊന്ന് പിടിച്ചു. ഈ 2 പേരെയും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. പക്ഷേ MP കൃഷ്ണകുമാറോ KG അനീഷോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ 9 തവണയും 10 തവണയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പോലീസുകാരെ വരെ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. നിങ്ങൾ കുറച്ച് കാലം, 6 മാസത്തോളം പകുതി ശമ്പളത്തോടെ പുറത്ത് നിൽക്കാം. അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരാം. തിരിച്ചു വന്ന് വീണ്ടും ഈ കലാപരിപാടികൾ അനുസ്യൂതം തുടരാം എന്നുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് കേരളമാണ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ വലിയ തലവേദന ഇപ്പോൾ, പക്ഷേ ഇവിടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ 2 പേരുടെയും കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പുതിയൊരു വാർത്തയിലേക്ക് കിടക്കുന്നത്. ആ പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് എനിക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ഭാവൻസ് സ്കൂളിലേക്ക് പോകുന്ന റോഡിൽ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് സ്വപ്ന എന്നാണ്. സ്വപ്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്ന സുരേഷിലേക്കോ സ്വപ്നപ്രഭ സുരേഷിലേക്കോ പോകരുത്. ഇവരൊരു പാവം ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ആ ബിൽഡിംഗ് ഇൻസ്പെക്ടറായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ വൈറ്റ്ല സോണൽ ഓഫീസിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഒരു 3 നില അപ്പാർട്ട്മെൻറ്റിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടി, 3 നില അപ്പാർട്ട്മെൻറ്റിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർ ആർത്തിയൊന്നുമില്ലാത്ത, ആക്രാന്തമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ 20 ഫ്ലാറ്റുകൾക്ക് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് ഓരോന്നിനും 5,000 രൂപ വെച്ചാണ് ചോദിച്ചത്. അങ്ങനെ ഓരോന്നിനും 5,000 രൂപ ചോദിച്ചപ്പോൾ 1 ലക്ഷം രൂപ ആണ് ഇവർ ചോദിച്ചത്. ചെറിയൊരു എമൗണ്ട്, അതായത് 1 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോൾ പക്ഷേ 1 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നു. ഇവർ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ലാസ്റ്റ് അത് 15,000 രൂപയിലേക്ക് ഒതുക്കി. ഇനി 15,000 രൂപ ആദ്യത്തെ ഗഡുവാണോ എന്ന് നമുക്കറിയില്ല. 15,000 രൂപയിലേക്ക് ഒതുക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ 15,000 രൂപയിലേക്ക് ഒതുക്കിയിട്ടുള്ള 15,000 രൂപ മേടിക്കാൻ ഇവർ പല സ്ഥലങ്ങളിൽ പറഞ്ഞു. പക്ഷേ അവിടെയൊന്നും ഇവർ ചെന്നില്ല. ഏറ്റവും ഒടുവിൽ വൈറ്റിലയിൽ പൊന്നുരുന്നി പാലത്തിൻ്റെ സമീപത്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്ത്, അതായത് ഒരു അമ്പലത്തിലേക്ക് സൈഡിൽ വന്നിട്ട് അവർ കിടന്നു. അവിടെ വന്ന് കാറിൽ ഇവർ കിടന്നപ്പോൾ 3 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. ആ 3 കുട്ടികൾക്ക് എനിക്ക് വേണം 15,000 രൂപ അത് കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും മേടിച്ചേണ്ട. 5,000 രൂപ എന്തെങ്കിലും ചിലവ് ചെയ്യാനോ മേടിച്ചു കൊടുക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 15,000 രൂപ മേടിച്ചപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ വളരെ മോശപ്പെട്ട വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ വരുന്നു. അവർ പൊടിയിട്ട നോട്ടായിരുന്നു. ആ പൊടിയിട്ട നോട്ട് അവരൊപ്പം തന്നെ കയ്യിൽ വെച്ച് പിടികൂടുകയും
ആകെ പ്രശ്നമുണ്ടാക്കുകയും പിന്നെ ഏറ്റവും വലിയ പ്രശ്നം തോന്നി ഇവരെ 9:30 വരെ രാത്രി അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്തു. കാരണം ഇവരുടെ ഹസ്ബൻഡിന് തൃശ്ശൂരാണ് ഇവരുടെ സ്വദേശം. തൃശ്ശൂരെത്തി ഈ 3 കുട്ടികളെയും ഹസ്ബൻഡിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഹസ്ബൻഡിന് കൈമാറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്. പക്ഷേ ഇവർ വിടാൻ വഴിയില്ലാത്തതുകൊണ്ട് പാവം ഹസ്ബൻഡ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ച് വന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് വന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, പകരം ഈ 3 കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇവരുടെ കാറിനകത്ത് നിന്ന് തന്നെ ഏതാണ്ട് 45,000 രൂപയോളം കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അറിയേണ്ടത് അത്ര വലിയ പണക്കാരിയല്ല, ഒരു പാവപ്പെട്ട ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ്, കൊച്ചി സോണൽ ഓഫീസിലാണ്, കൊച്ചി കോർപ്പറേഷനിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പാവപ്പെട്ട സ്വപ്നയും പിടിയിലായിരിക്കുന്നു. പക്ഷേ സ്വപ്നയോടും കൃഷ്ണകുമാറിനോടും KG അനീഷോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, പേടിക്കേണ്ടത് കേരളമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഊരിപ്പോരാം. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള കലാപരിപാടികളൊക്കെ ആയിട്ട് തുടരാം. ചില ഇതുപോലെയുള്ള ദുർമാർഗികളും കുത്സിത പ്രവർത്തികളും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊന്നും കൈക്കൂലി തരാൻ തയ്യാറാവില്ല. അവനെയൊക്കെ നമുക്ക് വീണ്ടും ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാം, അവൻ്റെ ബിൽഡിംഗ് നമുക്ക് പൊളിപ്പിക്കാം. ഇതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇതിങ്ങനെ ആകുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അറിയേണ്ടത്, ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരാൾ വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഈ ജേക്കബ് തോമസ്, അതായത് വളരെ മാന്യനും സത്യസന്ധനും എന്നറിയപ്പെട്ടിരുന്നത് ജേക്കബ് തോമസ് ആണ്, ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ പരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കിയത് എന്ന് ഏതാണ്ട് ഒരു നഗ്നസത്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള KM എബ്രഹാമിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കിഫ്ബിയുടെ ഡയറക്ടറാണ് അദ്ദേഹം, കിഫ്ബിയുടെ CEO ആണ്, കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഏതാണ്ട് മുഖ്യമന്ത്രി തന്നെ 6 ലക്ഷം രൂപയോളം ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി അയാൾക്ക്, അതായത് പെൻഷൻ കിട്ടും, പിന്നെ ശമ്പളമായി 3.5 ലക്ഷം രൂപ കിട്ടും, അത് 10% വർദ്ധിപ്പിക്കും. അങ്ങനെയുള്ള ആളുകളാണ് മോളിയിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. കൂടാതെ അദ്ദേഹത്തിന് കൊല്ലത്ത് തന്നെ ഒരു വലിയ ഫ്ലാറ്റുണ്ട്, വലിയ ഷോപ്പിംഗ് മാളുണ്ടെന്ന് കേൾക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തിന് ബോംബെയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു. അദ്ദേഹമാണ് മഹാനായിട്ടുള്ള മനുഷ്യൻ, സമ്പാദ്യശീലമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹം സ്വന്തം ശമ്പളത്തേക്കാൾ കൂടുതൽ EMI അടക്കുന്ന ഒരാളാണ്, എല്ലാ മാസവും അടക്കുന്ന ഒരാളാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോടതിയിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെ പെൻഷനുണ്ട്, ആ പെൻഷൻ കൂടി കൂട്ടിക്കൊണ്ടാണ് പുള്ളി അത് കഷ്ടപ്പെട്ട് അടച്ചു തീർക്കുന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ഈ പെൻഷൻ മേടിക്കുന്നു എന്ന് പറയുന്ന അമ്മ 9 കൊല്ലം മുമ്പ് മരിക്കുകയും അച്ഛൻ 20 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ പുള്ളി സ്വർഗത്തിൽ ചെന്ന് ഡയറക്റ്റായിട്ട് മേടിക്കുകയാണോ, അവിടെ നിന്ന് വല്ല UAE എക്സ്ചേഞ്ച് ഒക്കെ വഴിയോ വെസ്റ്റേൺ മണി ട്രാൻസ്ഫർ വഴിയോ അയച്ചു കൊടുക്കുകയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് തലപ്പത്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഗവൺമെൻറ് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് നേരെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുത്തി. അദ്ദേഹം വലിയ പവർഫുള്ളായിട്ടുള്ള ആളാണ്. കേരളത്തിൻ്റെ ഒരു 10,000 കോടി രൂപയുടെയെങ്കിലും സമ്പത്ത് കൃത്യമായി എങ്ങോട്ട് കൊടുക്കണമെന്ന് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. കിഫ്ബിയുടെ CEO ആണ്. ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വഹിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും വിശദീകരിച്ചാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി ഇതെങ്ങനെയാണ് ഈ പറയുന്ന പോലെ ശരിയാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. പാവപ്പെട്ട നമ്മുടെ സ്വപ്നയും അതുപോലെ തന്നെ കൃഷ്ണകുമാറും അനീഷും ഒക്കെ പെടും. പക്ഷേ അതിനേക്കാൾ വലിയൊരാൾ ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജയതിലക് എന്നാണ്. അപ്പോൾ ഡോക്ടർ ജയതിലകിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ഞാനിവിടെ പറയത്തില്ല. അപ്പോൾ മോന്തായം വളഞ്ഞാൽ മറ്റേ എല്ലാം വളയും എന്ന് പറയുന്നത് പോലെ മുകളിലിരിക്കുന്നത് ഇതാണ്. അപ്പോൾ പിന്നെ വിജിലൻസിന് ഈ പാവപ്പെട്ട ആളുകളെ പിടിക്കുക എന്നുള്ളത് മാത്രമേ നിലവിലുള്ളൂ. എന്താണെങ്കിലും സ്വപ്നയ്ക്കും അനീഷിനും അതുപോലെ തന്നെ കൃഷ്ണകുമാറും ഒന്നും പേടിക്കേണ്ട. മുകളിലിരിക്കുന്നത് ജയതിലകാണ്, അതിൻ്റെയും മുകളിൽ KM എബ്രഹാമാണ്, അതിൻ്റെയും മുകളിൽ പിണറായി വിജയനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങളത് രക്ഷിക്കാനുണ്ട്. ഡോണ്ട് വറി, ഇത് കേരളമാണ്.